ഓൺലൈനിൽ പ്രൊഡക്റ്റ് ലക്ഷങ്ങൾ നേടി കോടികൾ നേടി എന്നൊക്കെ നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങളും കോടികളൊക്കെ നേടാൻ പറ്റും. അതിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കൃത്യമായി തീരുമാനിക്കുക എന്നുള്ളതാണ്. നോർമലി എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസുമായിട്ട് നമ്മൾ ഒത്തു നോക്കും. അവിടെ 100 ഇവിടെ 100 നമ്മളതങ്ങ് സെറ്റ് ചെയ്യും. പക്ഷെ അങ്ങനെയല്ല, നമ്മൾക്ക് എന്ത് ചിലവാണ് ആ പ്രോഡക്റ്റിൽ വരുന്നത്, ഇൻക്ലൂഡിങ് പ്രോഡക്റ്റ് മാനുഫാക്ചറിങ്, ഡിസ്ട്രിബ്യൂട്ടിങ്, ഷിപ്പിംഗ്, എക്സെട്ര, പേയ്മെൻറ്റ് ഗേറ്റ്വേ. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് എന്ത് കോസ്റ്റ് വരും, നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്, അതെടുക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റ് 100 രൂപയുള്ളെങ്കിൽ ആളുകൾ ചിലപ്പോൾ പെട്ടെന്ന് വാങ്ങും. അതേസമയം 1000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ സാധാരണക്കാരൻ 2-3 പ്രാവശ്യം അത് വാങ്ങണോ വേണ്ടയോ എന്ന് ആലോചിക്കും. അപ്പോൾ നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റി വിറ്റുകൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ നേടാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെയാണ് ഇത് വിൽക്കേണ്ടത്, നമ്മൾ മാർക്കറ്റ് പ്ലേസിലാണോ അതോ നമ്മുടെ ഓൺലൈൻ സ്റ്റോറിലാണോ നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കേണ്ടത് എന്നുള്ള കൃത്യമായ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ പോലെയുള്ള വെബ്സൈറ്റുകളിൽ നമ്മളെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് നമുക്ക് ഓൺലൈനിൽ നിന്ന് സെയിൽ നേടണോ അതോ നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മൾ രണ്ടാമത് തീരുമാനിക്കേണ്ടത്. മാർക്കറ്റ് പ്ലേസിൽ നമുക്ക് ചലഞ്ചസ് ഉണ്ട്. കാര്യം നമ്മളൊരു പുതിയ പ്രോഡക്റ്റുമായിട്ട് ചെല്ലുമ്പോൾ സിമിലർ പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരുപാട് സെല്ലേഴ്സ് അവിടെ ഉണ്ടാവും. നമുക്ക് വിസിബിലിറ്റിയുടെ ഒരു പ്രശ്നം ഉണ്ടാവും, റിവ്യൂസിൻ്റെ പ്രശ്നം ഉണ്ടാവും, പ്രോപ്പറായിട്ട് സെയിൽ അവിടെ നടക്കണമെന്നില്ല. അപ്പോൾ ചലഞ്ചസ് ഉണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ സ്റ്റോറാണ്. നമുക്ക് ഈസി ആയിട്ട് ഷോപ്പിഫൈ, WooCommerceൽ ഇന്ന് നമുക്കൊരു ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്യാൻ സാധിക്കും. അവിടെയും നമുക്ക് ചാലഞ്ചസ് ഉണ്ട്. നമ്മൾ ഷോപ്പിഫൈ ആണെങ്കിൽ മന്ത്ലി റെക്കറിങ് ഇൻകം കൊടുക്കണം. WooCommerce ആണെങ്കിൽ നല്ല സ്പീഡുള്ള മൊബൈൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന നല്ല സ്പീഡുള്ള സെർവർ കണ്ടുപിടിക്കണം. അതേസമയം ചെക്കൗട്ട് പ്രോസസ്സ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. ഷിപ്പിംഗ്, പ്രൈവസി പോളിസി എല്ലാം റെഡി ആയിരിക്കണം. അപ്പോൾ അതെല്ലാം പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമാണ് നമുക്ക് സെയിൽസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം 3 മാസമെങ്കിലും നമ്മളുടെ ആഡ്സ്, പരസ്യം, മെറ്റാ ആഡ്സ് റൺ ചെയ്യാനുള്ള പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇൻഫ്ലുവൻസറെ കൊണ്ട് നമ്മൾക്ക് മാർക്കറ്റ് ചെയ്യിക്കണം. ഇങ്ങനെ നമ്മളൊരു സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്കും സക്സസ് ആക്കി മാറ്റാൻ പറ്റും. കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായുള്ള സ്ട്രാറ്റജിയും മിനിമം ഈ 3 സ്റ്റെപ്പെങ്കിലും നമ്മൾ നന്നായിട്ട് എടുത്തിരിക്കണം. സംഭവിക്കാൻ പോകുന്നത്, നമ്മൾ കുറച്ച് പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിലിടും, കുറച്ച് വീഡിയോസ് ചെയ്യും, തീർന്നു. നമ്മുടെ മാർക്കറ്റിംഗ് ബഡ്ജറ്റ് അവിടെ കഴിഞ്ഞു, നമ്മുടെ പോസ്റ്റിംഗ് അവിടെ കഴിഞ്ഞു. നമുക്ക് മിനിമം 0 to 3 months ഇതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാതെ തന്നെ ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യാനുള്ള മാർക്കറ്റിംഗ് ബഡ്ജറ്റ് മറ്റേത് ബിസിനസ് ചെയ്യുന്നത് പോലെയും ഓൺലൈൻ ബിസിനസ്സിൽ നമ്മൾ മാറ്റി വെക്കണം. ഇങ്ങനെ പ്രോപ്പറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ഓൺലൈൻ സ്റ്റോർ ബിൽഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ലക്ഷങ്ങളും കോടികളും ഓൺലൈൻ ബിസിനസ് ചെയ്ത് നേടാൻ സാധിക്കും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.